നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് ഒരുങ്ങുകയാണ് മുന്നണികൾ. UDF സ്ഥാനാർത്ഥിയായി VS ജോയി തന്നെ എത്തിയേക്കുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചന. എന്നാൽ ആര്യാടൻ ഷൗക്കത്ത് വേണമെന്ന നിലപാടുമായി ലീഗിലെ ഒരു വിഭാഗം നേതാക്കൾ രംഗത്തെത്തിയിട്ടുണ്ട്. മണ്ഡലം ഇനി നഷ്ടപ്പെടരുതെന്ന് കോൺഗ്രസിന് ലീഗ് മുന്നറിയിപ്പും നൽകുന്നു. ജയവും ഭൂരിപക്ഷവും അനിവാര്യമാണെന്ന് ആദ്യം തിരിച്ചറിയേണ്ടത് കോൺഗ്രസ് ആണെന്ന് മുസ്ലിം ലീഗ് മലപ്പുറം ജില്ലാ ജനറൽ സെക്രട്ടറി P. അബ്ദുൽ ഹമീദ്. ജയസാധ്യതയായിരിക്കണം മാനദണ്ഡമെന്നും അബ്ദുൽ ഹമീദ് റിപ്പോർട്ടറിനോട് പറഞ്ഞു. നമുക്കൊന്ന് കേട്ടുവരാം. സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചുള്ളത് കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കും. കാരണം തിരഞ്ഞെടുപ്പിന് നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ലല്ലോ. പക്ഷേ ഈ നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുമ്പ് തന്നെ ഞങ്ങളവിടെ ഫീൽഡ് ചെയ്തിട്ടുണ്ട്. മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം, ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ സർവായുധ സന്നാഹത്തോടു കൂടി തന്നെ രംഗത്തിറങ്ങും. അതിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ജയസാധ്യത, മറ്റു കാര്യങ്ങളൊക്കെ പരിശോധിക്കേണ്ടത് അവരുടെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ തീർച്ചയായിട്ടും അതൊക്കെ പരിശോധിച്ചിട്ട് തന്നെ ആയിരിക്കും കോൺഗ്രസ് അവരുടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുക. മുസ്ലിം ലീഗ് അധ്യക്ഷനും മുതിർന്ന നേതാക്കളും പങ്കെടുക്കുന്ന യോഗം ഇന്ന് ചേരുന്നുണ്ട്. മുബഷിർ P. അക്ബറും VS രഞ്ജിത്തും നമുക്കൊപ്പം ചേരുന്നു. മുബഷിർ, വെരി ഗുഡ് മോർണിംഗ്. VS രഞ്ജിത്ത്, വെരി ഗുഡ് മോർണിംഗ്. മുബഷിർ, ഇന്നത്തെ ലീഗ് യോഗം വളരെ പ്രധാനപ്പെട്ടതാണ്. കോൺഗ്രസിന്റെ UDFന്റെ സ്ഥാനാർത്ഥി ആരായിരിക്കണം എന്ന കാര്യത്തിൽ മുസ്ലിം ലീഗിനൊരു നിർണായകമായ റോളുണ്ട്. അത് ലീഗ് ഒരുപക്ഷെ ആ സ്വാധീനം ചെലുത്താനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. ഇന്ന് ലീഗ് യോഗത്തിൽ എന്തൊക്കെ തീരുമാനങ്ങളായിരിക്കും എടുക്കുക? VS ജോയിലേക്കാണോ ഇപ്പോൾ കാര്യങ്ങൾ മാറുന്നത്? അതേസമയം ആര്യാടൻ ഷൗക്കത്തിന് വേണ്ടി ഒരു വിഭാഗം രംഗത്തെത്തിയെന്ന് കേൾക്കുന്നു. മുസ്ലിം ക്രൈസ്തവ വിയോജിപ്പുകളെല്ലാം മാറ്റണമെങ്കിൽ VS ജോയിയെ പോലെ സ്ഥാനാർത്ഥി വേണമെന്ന് കരുതുന്നു. അപ്പോൾ അതും ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. PV അൻവറിന്റെ പിന്തുണയുണ്ട്. അപ്പോൾ ചുരുക്കത്തിൽ ഏറ്റവും ഒടുവിൽ ഇപ്പോൾ എത്തി നിൽക്കുമ്പോൾ ആർക്കാണ് പ്രാമുഖ്യം? VS ജോയിക്കാണോ അതല്ല ആര്യാടൻ ഷൗക്കത്തിലാണോ മുബഷിർ? രണ്ടുപേരും അനൗദ്യോഗികമായിട്ടുള്ള പ്രചാരണ പരിപാടികളുമായി മണ്ഡലത്തിൽ സജീവമാണ്. അരുൺകുമാർ, വെരി ഗുഡ് മോർണിംഗ്. നമുക്കറിയാം മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് അവർ കൃത്യമായിട്ടുള്ള നിലപാട് ഈ ഒരു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ പ്രഖ്യാപിച്ചതാണ്. 2016 നഷ്ടപ്പെട്ട മണ്ഡലം തിരിച്ചുപിടിക്കണം, അതിന് പാകത്തിനുള്ള പ്രവർത്തനങ്ങളുമായി ഐക്യ ജനാധിപത്യ മുന്നണി മുന്നോട്ട് പോകണമെന്ന് നേരത്തെ തന്നെ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞിരുന്നു. ഇപ്പോൾ സമാനമായിട്ടുള്ളൊരു പ്രതികരണം അവിടെ കാര്യങ്ങളൊക്കെ തന്നെ ഏകോപിപ്പിക്കുന്ന മുസ്ലിം ലീഗിന്റെ മലപ്പുറം ജില്ലാ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള അബ്ദുൽ ഹമീദ് മാസ്റ്റർ നമ്മളോട് നടത്തിയിട്ടുണ്ട്. അതായത് അദ്ദേഹം പറയുന്നത് മണ്ഡലം തിരിച്ചുപിടിക്കേണ്ടത് അനിവാര്യത, ആ ഒരു തിരിച്ചറിവ് ഉണ്ടാകേണ്ടത് ആദ്യം കോൺഗ്രസിനാണ് എന്നുള്ളതാണ് അബ്ദുൽ ഹമീദ് മാസ്റ്റർ പറയുന്നത്. വലിയ ഭൂരിപക്ഷത്തിൽ തന്നെ നിലമ്പൂർ തിരിച്ചുപിടിക്കേണ്ടതുണ്ട്. ചില ഘടകങ്ങൾ മാത്രമായിരുന്നു 2016 മണ്ഡലം നഷ്ടപ്പെടാൻ കാരണം. 2 തവണ നിലമ്പൂർ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇനി അത് ഉണ്ടാകരുത്, അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ UDF ഒറ്റക്കെട്ടായി നടത്തണമെന്നും അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുൻപ് തന്നെ അവിടെ കേന്ദ്രീകരിച്ച് പ്രവർത്തനങ്ങൾ നടത്തിവരികയാണ്. ഇന്നിപ്പോൾ രാഷ്ട്രീയ ജാഗ്രതാ സംഗമം എന്ന പേരിൽ ഒരു പക്ഷേ തെരഞ്ഞെടുപ്പിന് മുൻപ് മുസ്ലിം ലീഗ് നടത്താൻ പോകുന്ന ഏറ്റവും വലിയ നേതൃയോഗം അവിടെ ചേരാൻ പോവുകയാണ്. സംസ്ഥാന പ്രസിഡന്റ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ, ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി, ദേശീയ ട്രഷറർ PV അബ്ദുൽ വഹാബ് ഉൾപ്പെടെയുള്ള മുൻനിര നേതാക്കൾ, അതോടൊപ്പം തന്നെ KM ഷാജിയെ പോലെയുള്ള അവരുടെ യുവ നേതാക്കൾ ഉൾപ്പെടെ ഒരു പരിപാടിയിൽ സംബന്ധിക്കുന്നുണ്ട്. ബൂത്ത് തലങ്ങളിൽ ഉൾപ്പെടെ കാര്യങ്ങൾ വിലയിരുത്തിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങളുമായി മുസ്ലിം ലീഗ് മുന്നോട്ട് പോകുന്നുണ്ട്. സമാനമായ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കോൺഗ്രസ് നടത്തുന്നുണ്ട്. കഴിഞ്ഞ ദിവസം പഞ്ചായത്ത് തലത്തിലുള്ള യോഗങ്ങളൊക്കെ തന്നെ പൂർത്തിയായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ബൂത്ത് തലങ്ങളുടെ ചുമതല മണ്ഡലത്തിന് പുറത്തു നിന്നുള്ളവർക്ക് നൽകാനും കോൺഗ്രസ് തീരുമാനിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഒരു സെമി കേഡർ സ്വഭാവത്തിൽ കോൺഗ്രസും തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ഒരുങ്ങുന്നു. ആര്യാടൻ ഷൗക്കത്തിന്റെയും VS ജോയിയുടെയും പേരുകൾ തന്നെയാണ് UDFനെ സംബന്ധിച്ച് സ്ഥാനാർത്ഥികളുടെ പേരിൽ ഇപ്പോഴും ചർച്ചകൾ ഇടം പിടിച്ചിരിക്കുന്നത്. ഒരു ഭാഗത്തെ ഷൗക്കത്തിനു വേണ്ടി പ്രചാരണം സമൂഹ മാധ്യമങ്ങളിലൊക്കെ തന്നെ സജീവമായിട്ടുണ്ട്. സമാനമായ രീതിയിൽ VS ജോയിക്ക് വേണ്ടിയും ഒരു വിഭാഗം ശക്തമായ ആവശ്യം ഉന്നയിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇക്കാര്യത്തിൽ ഒരു തരത്തിലുള്ള ആശങ്കയും നിലനിൽക്കുന്നില്ലെന്നുള്ള കോൺഗ്രസ് നേതാക്കൾ പറയുന്നുണ്ട്. കഴിഞ്ഞ ദിവസം VD സതീശനോട് ഇക്കാര്യം ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്ന വേളയിൽ തന്നെ UDFന്റെ സ്ഥാനാർത്ഥിയെയും നിലമ്പൂരിൽ പ്രഖ്യാപിക്കുമെന്നുള്ളതാണ്. ഒരു ആശങ്കയും അവിടെ നിലനിൽക്കുന്നില്ല. 2016 നഷ്ടപ്പെട്ട മണ്ഡലം വലിയ ഭൂരിപക്ഷത്തോടു കൂടി തന്നെ UDF തിരിച്ചുപിടിക്കുമെന്നുള്ളതാണ് VD സതീശൻ പറഞ്ഞിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഇന്നലെ കോൺഗ്രസിന്റെ നേതാക്കൾ കോഴിക്കോട് യോഗം ചേർന്ന സമയത്തിൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ചയായി എന്നും VD സതീശൻ പറഞ്ഞു വെക്കുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആരെയായിരിക്കും കോൺഗ്രസ് സ്ഥാനാർത്ഥിയാക്കുക എന്നുള്ളത് തന്നെയാണ് രാഷ്ട്രീയ കേരളവും ഉറ്റുനോക്കുന്നത്.